ഹായ്, എന്താ പാട്? സുഖല്ലേ? രേണുസുധിയുടെ ഒരു വീഡിയോ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കര കളിയാ. വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുധിയുടെ ഒരു വീഡിയോ ലീക്കായി എന്ന് പറഞ്ഞിട്ട് സകല ആളുകൾ എടുത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താ എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഇപ്പൊ സ്ഥിരമായിട്ട് കാണുന്നൊരു ഡയലോഗ് ഉണ്ട്. എന്താ അറിയോ? എനിക്ക് ഭർത്താവില്ല, എന്റെ ഭർത്താവ് മരിച്ചു, പിന്നെ അതുകൊണ്ട് എനിക്ക് കുട്ടികളെ നോക്കണ്ടേ, കുടുംബം നോക്കണ്ടേ, അപ്പൊ പിന്നെ ഞാൻ എന്ത് തെരഞ്ഞെടുക്കും, എന്ത് ചെയ്യും, ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകളുണ്ട്. ചില ആളുകളൊക്കെ സ്വന്തം കെട്ടിയോനെ എന്താണ് കൊലക്കണ് കൊടുത്തിട്ട് ഒരു നല്ലൊരു സ്കാനറും വെച്ചിട്ട് സുഖമായി ജീവിച്ച. എന്നാ പറയുമ്പോഴോ എനിക്ക് ഭർത്താവില്ലല്ലോ, എനിക്ക് കുടുംബക്കാരില്ലല്ലോ, എന്നെ കുടുംബം നോക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഡയലോഗും ഉണ്ട്. അതിൽ സകലമാന മനുഷ്യന്മാരോട് ഉഗ്ഗും ചെയ്യും. ബലി ചെയ്യണ പോക്കിരിത്തരത്തിനൊന്നും യാതൊരു അറുതി ഉണ്ടാവൂല. എന്തായാലും രേണുസുധിയുടെ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചതാ, ഒന്ന് കേട്ടോക്കാം. പപ്പായ്ക്കും അമ്മയ്ക്കും സുഖമില്ല, ഞാനാണ് വീട് നോക്കുന്നത്, എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് എൻ്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു അപ്പൊ കേട്ടില്ലേ, ഭർത്താവ് മരിച്ചു എന്നും പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ ഒതുങ്ങിയിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ജീവിക്കണ്ടേ, മക്കളില്ലേ. മക്കളിപ്പോ പറഞ്ഞത് കേട്ടില്ലേ അന്ന്? എന്ത് ഈ അമ്മനെയും കൊണ്ടുള്ള ഗുണം എന്താന്നുള്ളത് ആ സുധിച്ചേട്ടന്റെ മകൻ പറഞ്ഞില്ലേ? അതിൽ തന്നെ മക്കളെ നോക്കേണ്ട ഗുണം എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായിക്കണു. ഇനി അതല്ല, വേറൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം, അതൊന്ന് കണ്ടോക്കാം. ഈ മഴക്കാലത്ത് പാറ്റ പൊടിഞ്ഞുണ്ടാവും, ചുമരിന്റെ ബൾബിന്റെ എരിക്കുറത്തൊക്കെ പല്ലിക്കൊരു കളി. അതേമാതിരി ഏറെക്കുറെ ഇതിന്റെ ഒരു എക്സ്പ്രഷൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് ഭർത്താവ് മരിച്ചു, കുടുംബം നോക്കണം, മക്കളെ നോക്കണം, ഞാൻ എന്ത് ചെയ്യും എന്ന് ആ ഓള എക്സ്പ്രഷനാ. ഇതിന്റെ വില എത്ര അറിയോ? 199 റുപ്യ മാസ സബ്സ്ക്രൈബർ. ഇത് രേണുവിനെ സബ് ചെയ്തവർക്ക് മാത്രമുള്ളൊരു എക്സ്പ്രഷൻ ആട്ടോ. പക്ഷെ ആരോ ചതിച്ചു, ആ പാവത്തിന് ചതിച്ചു എന്ന് പറഞ്ഞ പോലെ വല്ലാത്തൊരു ചതിയായി. എന്തിനാ മനുഷ്യന്മാരോട് ഇങ്ങനെയൊക്കെ ചെയ്യണു? ഒന്ന് കേട്ടോക്കാം. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും, എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന്. ചുണ്ടെന്താ പടക്കല്ലേ ഇങ്ങനെ പൊട്ടാന്? അപ്പൊ മനസ്സിലായില്ലേ? ഏത് ഭർത്താവ് മരിച്ച് മക്കളെ നോക്കണ്ടവളെ. നേരത്തെ ആ എക്സ്പ്രഷനും ഈ കരച്ചിലും ഈ ഗൗരവവും എല്ലാം പാടെ മിക്സ് ചെയ്തപ്പോ വളരെ സത്യസന്ധമായ ഒരു പെണ്ണാണുള്ളത്. സംഭവം എന്താ അറിയോ? ആരോ വെറും 199 രൂപ കൊടുത്തിട്ട് സബ്ബായി. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു. അവൾ അരി മേടിക്കാൻ സമ്മതിക്കാത്ത നാറികളെ. എന്താ അതിനൊക്കെ പറയാ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടടാ? ഒന്നല്ലെങ്കിൽ ഭർത്താവ് മരിച്ച പെണ്ണല്ലേടാ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? വല്ലാത്ത മോശമായിട്ടോ. അപ്പോൾ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, അല്ല നിങ്ങൾ വിചാരിക്കണതൊന്നും അല്ല. കണ്ടോക്കാം. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും. അങ്ങനെയുണ്ട്. അവള് ഇനിയും പോവും ലൈവ്, മനസ്സിലായോ? അവള് ലൈവും പോവും, വിരുന്നും പോവും, എല്ലായിടത്തേക്കും പോവും. പക്ഷെ നിങ്ങളതൊന്നും പുറത്തു വിടാൻ പറ്റില്ല. പുറത്തു വിട്ടവർക്കൊക്കെ ഭയങ്കര നാണക്കേടാ. ഓല് ചെയ്തതൊന്നും ആരും പറയാനും പാടില്ല, പുറത്തു വിടാനും പാടില്ല. ഇതാണ് ഇവരെ നിലപാട്. ഇതിപ്പോൾ വന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അതാ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്, ലീക്കായി ഇതും പറഞ്ഞിട്ട്.
ഇജാതി എക്സ്പ്രഷനൊക്കെ 199 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇരിക്കണോനെ. എന്ത് വെച്ചാൽ അല്ലാതെ എനിക്ക് തന്നെ അറിയില്ല. അല്ലാത്തൊരു ജന്മം തന്നെയാണ് ഇതൊക്കെ കാണാനേ. ഒന്ന് ആലോചിച്ച് നോക്കണം. 199 ഉറുപ്പ്യയുടെ എക്സ്പ്രഷനാ അത്. കഴിഞ്ഞിട്ടില്ല, വേറൊരു എക്സ്പ്രഷൻ കൂടി ഉണ്ട്, അത് കാണിച്ചേ ഞാൻ. ഇതാന്ന് കണ്ട. $200 ഉണ്ടെങ്കിൽ കുറച്ച് അവലും പഴം വാങ്ങിയ വള്ളം കൂട്ടാത്ത മുണിങ്ങിക്കൂടെ ചെങ്ങായിമാര്. ഈ എക്സ്പ്രഷനൊക്കെ കാണാൻ വേണ്ടിട്ടല്ലെങ്കിൽ ഈ 199 ഉറുപ്പ്യ കൊടുക്കണത്. അല്ലാത്ത തൊലിക്കട്ടി തന്നെ കേട്ടോ നിങ്ങളത്. എന്നിട്ട് അത് പുറത്തു പോയി പറഞ്ഞിട്ട് വലിയ സംഭവം. ഇവള് വിചാരിക്കുന്നത് ഇവള് ഇപ്പോഴും 17 വയസ്സ് തികഞ്ഞ പെൺകുട്ടിയാണെന്നാ. അതിന്റെ ഇടയിൽ കൂടെ പുളിമക്കയറ്റാണ് അത് പറഞ്ഞിട്ട് കുറെ ആളുകളും ഉണ്ട്. ആകപ്പാടെ ഓന്തിന് പെയിന്റ് അടിച്ച മാതിരിയാണ് ഓളെ രൂപവും കോലവും എക്സ്പ്രഷനും എല്ലാം പാട്. ഓ, അത് കേട്ടിട്ടില്ലല്ലോ നിങ്ങളെ? ഒന്ന് കേട്ടോ. ഈ യൂണിഫോം ഇട്ടപ്പോ സ്കൂൾ കുട്ടീന്റെ ലുക്ക് ഉണ്ടല്ലോ. അതല്ലേ നല്ലത്, അമ്മച്ചിയായിട്ടിരിക്കുന്നില്ലല്ലോ, സ്കൂൾ കുട്ടിയായിട്ടിരിക്കുന്നത്. അത് ഏറ്റവും എനിക്ക് ഏറ്റവും കേൾക്കുന്നത് ഞാൻ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ കുഞ്ഞ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഇതല്ലേ അമ്മച്ചിയാണോ എന്ന് ചോദിക്കുന്നില്ലല്ലോ തന്നെയാണ്. സ്കൂൾ കുട്ടി പോലെ എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. നേരിട്ട് കാണുമ്പോൾ കുഞ്ഞു കൊച്ചിനെ പോലെ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഇതാണ് അവസ്ഥ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, പുളിമ കയറ്റിയാലും ശരി അങ്ങോട്ട് കേറിക്കോളും. ഇത് ഊക്കുകയാണെന്നുള്ളത് തിരിച്ചറിയാനും വേണ്ട ഒരു ബുദ്ധി അതില്ല. ഈ ഭർത്താക്കന്മാര് മരിച്ചത് കൊണ്ട് രക്ഷപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. അതിലൊന്നാണ് ഇവളും. അതായത് ഈ സുധി എന്ന് പറയുന്ന കലാകാരൻ നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള മനുഷ്യനാ. അയാൾ ഉണ്ടാകുന്ന സമയത്തൊന്നും ഇവിടെ പുറത്തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ മരിച്ചോടുകൂടെ എന്റെ സുധി ചേട്ടാന്നും പറഞ്ഞിട്ട് വന്നതാ. ഇപ്പൊ ഓള് താഴത്തേക്ക് ഇറങ്ങാൻ നേരല്ല, ഫുൾ ടൈം ആകാശത്തു കൂടെ ഗൾഫ് രാജ്യങ്ങളിൽ കൂടെ. എന്നിട്ടോ പട്ടിണി കൊണ്ടാണ്, ദാരിദ്ര്യം കൊണ്ടാണ്, മക്കളെ നോക്കാനാ. എന്നാ ഈ മക്കളോട് ചോദിച്ചാലോ, ഞങ്ങളെ അമ്മേനെ കാണലെന്നല്ല എന്നാ പറയണത്. ആലോചിച്ച് നോക്കണം നാട്ടുകാര് ഏതൊക്കെ തരത്തിലാണ് മറ്റേ പൊട്ടനാക്കണെന്നുള്ളത്. കഴിഞ്ഞിട്ടില്ല, ഇതൊന്ന് കണ്ടോക്കാം. വേണ്ടടാ, പൈസ കേസ് തടഞ്ഞാലുണ്ടല്ലോ. ഈ തള്ള എന്താണ് പറയുന്നത്? ഓ അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഇതാണ് അവസ്ഥ. ചെറിയ കുട്ടിയാന്നും പറഞ്ഞിട്ട് ഒരു യൂണിഫോം ഇടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ എക്സ്പ്രഷനോ ഉറക്കത്തിലൊക്കെ നീച്ച് കണ്ടാണ്ടല്ലോ കഴിഞ്ഞു മനുഷ്യന്റെ അവസ്ഥ. ഇതിന്റെ പല്ല് കണ്ടുക്കണോ നിങ്ങള്? ഈ ഒരു സൈഡ് ഫുള്ളില്ല, ഇവിടെ ഇമ്മരം മാത്രം മലയാക്കട മതിലുമാതിരി. എങ്ങനെ ഈ ഇമ്മരത്തെ കൂടെ ഉണ്ട്, ഈ രണ്ട് സൈഡും ഇല്ല. അത് ചിരിച്ചുമ്പോ നോക്കുകൊണ്ടു. എന്നിട്ട് ആരും കാണാതെ ഒഴിച്ചും പോയിട്ട് എന്തൊക്കെയാ 36 ചെയ്യുന്നുണ്ടോ ഒന്ന് കണ്ടോക്കാം. എന്തത് വെറ്റില മുറിക്ക്? അടക്ക് എന്താ അത് കാട്ടിയേ? അല്ല പിടുത്തോണ്ടോ? എന്താ സംഭവം? ബ്ലൂടൂത്ത് നിന്നിക്ക് അതോ വെറ്റില മുറുക്കി? എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെയാണ് അവസ്ഥ. ഇതിലിടക്ക് ഒരു ഫോട്ടോ വന്നിരുന്നു, എന്താ ജൂഹി ചൗള പറഞ്ഞിട്ട്. എന്നിട്ട് അതും 37 ഏറ്റെടുത്തിക്കണു. ഇതൊന്ന് നോക്കാം. ഇതൊന്ന് ജൂഹി ചൗളി, മറ്റേ ചക്കച്ചോളയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയിമക്കൂടെയാണ് കേറും 30. ഇത്രയുള്ള അതിന്റെ ബുദ്ധി. എന്നിട്ട് അതിന്റെ ഒക്കെ സബ് 199 ഉറുപ്പ്യം കൊടുത്തിട്ട് എടുത്ത നിങ്ങളൊക്കെ അതിലുണ്ടോ? അതില് എടുത്തോലെ അറിയില്ല, പറയാൻ പറ്റൂലേ. എന്താ എക്സ്പ്രഷനൊക്കെ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കടക്ക് വേണം. ഇതാണ് 199 ഉറുപ്പ്യൊക്കെ കിട്ടണ എക്സ്പ്രഷൻ. വല്ലാത്തൊരു തൊലിക്കട്ടി തന്നെ മളയാന്റെ. ആകെയുള്ളൊരു സമാധാനം എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആകെപ്പാടുള്ളൊരു സമാധാനം. സുധിച്ചേട്ടന്റെ മറ്റേ സ്പ്രേ ഒക്കെ എപ്പോഴും ഇല്ലേ കയ്യില്? അതിന്റെ എടുത്ത് ഈ ഫോട്ടോ എന്നാണ് ഫ്രെയിം ചെയ്ത് വെച്ചാൽ ഇങ്ങനെ നിക്കണതേ, കാരണം ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു ഇന്റർവ്യൂവിന് വരും. എന്താ അറിയോ, കേരളത്തിൽ ഒറ്റയ്ക്ക് ഒരു പെണ്ണിന് ജീവിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ കേട്ടോ കണി. ഇവള് അഹങ്കാരിയാണെന്ന്. അഹങ്കാരിയല്ല സുഹൃത്തുക്കളെ,
നമ്മൾ ഈ അനുഭവം കേരളത്തില് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, സാധാരണ ഒരു പെണ്ണിന്, വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ആർക്കും വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് അഹങ്കാരമല്ല. കാരണം അങ്ങനെ ആർക്കും വരുത്തരുതേന്ന് ഇജ്ജ് പ്രാർത്ഥിക്കണ്ട. കാരണം ഇജ്ജ് കഴിച്ചതായത് ഇപ്പൊ അങ്ങനെ വന്നത് കൊണ്ടല്ലേ, അല്ലേ? എന്നെ പോലത്തെ വേറെ ആളുകളുണ്ട്, ഏത് കെട്ടിയോ മരിച്ചിട്ട് കഴിച്ചിലായ ആളുകള്. അപ്പൊ അതുകൊണ്ട് ഇജ്ജ് അങ്ങനത്തെ പ്രാർത്ഥന ഒന്നും ഇപ്പൊ തൽക്കാലം പ്രാർത്ഥിക്കണ്ട. എന്തായാലും എന്റെ പരിപാടികളൊക്കെ ഉഷാറായി നടക്കണില്ലേ. മറ്റേ ഇതങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കുടുംബിനി ഉണ്ടാവില്ല. നമ്മളോട് ഏത് സാധനം അടിച്ചു ചോദിച്ചോക്കാം, ഓൾക്ക് സകലമാന, എനിക്ക് ഇതുവരെ വീറിന്റെ പേരല്ലാതെ ഒരു പേരും അറിയില്ല. പക്ഷെ ഓളോട് ചോദിച്ചോക്കാം, സകലമാന പേരും ഓൾക്ക് അറിയും. ഏതൊക്കെ തരം ബ്രാൻഡാണ്, ഏതൊക്കെ രാവിലെ ഏതാ കുടിക്കുക, ഉച്ചക്ക് ഏതാ കുടിക്കുക, വൈകുന്നേരം കടക്കുമ്പോഴേതാ കുടിക്കുക, എല്ലാം ഓൾക്ക് അറിയും. എന്നാ ഒക്കെ ഇത് സുധിച്ചേട്ടന് വേണ്ടിയാ. അതാണ് പിന്നെ ആകളൊരു സമാധാനം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ ഏറ്റവും വലിയൊരു ഡയലോഗ് ഇവരെയൊക്കെ എന്താ അറിയോ, ഇതാ, എന്റെ വരുമാനം എങ്ങനെയാലും നിർത്തണമെന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് പേരാണ് ഈ സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് എടുത്ത് പുറത്തു വിടുന്നത്. ഇവന്മാരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് ബ്ലോഗേഴ്സ്. ഇവന്മാരെ എന്റെ സബ്സ്ക്രിപ്ഷന് കയറിയിട്ട് ചെറ്റകള് അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നത്. ഇവന്മാരെ എന്താണ് പറയുന്നത്? എന്റെ പ്രൊമോഷനായിട്ട് ഞാൻ കാണുന്നു. ഇതൊക്കെ ആസ്വദിച്ചാനും ആളുണ്ടോ? എനിക്കൊരു പിടുത്തമല്ല. പക്ഷെ ചെറ്റകളാണ് കേട്ടോ നിങ്ങളൊക്കെ, വ്ളോഗേഴ്സൊക്കെ ചെറ്റകളാ. അല്ലെങ്കിൽ അത് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പിന്നെ പുറത്തുവിടുന്ന കാര്യമില്ലല്ലോ. ചെറ്റകളാണ് നിങ്ങളൊക്കെ, ചെറ്റകൾ തന്നെ. ഇപ്പോഴും ഈ മൊയന്തിന് മനസ്സിലായിട്ടില്ല. എന്താ അറിയോ, ഇവളെ കള്ളക്കളികൾ പുറത്തു വിടാനാണ് ഈ വ്ളോഗേഴ്സുകളൊക്കെ ഇത് ചെയ്യണതെന്ന്. അല്ലെങ്കിൽ ഇപ്പൊ ഇവളതൊക്കെ എന്ത് കാര്യത്തിനത്? ഒന്ന് ആലോചിച്ച് നോക്കാം. ആകെ ഒരു എല്ലും തോലും ഉണ്ട്, അതിന് ഒടുക്കത്തെ എക്സ്പ്രഷനും. എന്നിട്ട് അതിന് 199 വാങ്ങുക, എന്നിട്ട് അത് പുറത്ത് വിട്ടു എന്നാ പോള കംപ്ലൈന്റ്. കേട്ടില്ലേ? ഇങ്ങനത്തെ ഒരു ചെറ്റകള് വേറെ ഉണ്ടാവൂല. അവളുമാരും അവനുമാരും. ഈ അവളുമാരൊക്കെ എന്തിനാണ് അവ സബ് ചെയ്തിക്കണത്? അതാ എനിക്ക് പിടുത്തം കിട്ടാത്തത്. ഇതിനിടക്കോള് പറഞ്ഞിരുന്നു, എന്റെ കാല് കാണാനൊരു ആഗ്രഹമുണ്ട് ഇത്രേ, പിന്നെ എന്റെ വിരലുകൾ കാണാനൊരു ആഗ്രഹമുണ്ട് ഇത്രേ, പിന്നെ ജസ്റ്റ് ഒരു കോഫി ഡ്രൈവ്, അതായത് ഓളെ പിന്നാലെ കോഫി കുടിക്കാനും ഒന്ന് ജസ്റ്റ് ഡ്രൈവ് പോകാനൊക്കെ ഓൾക്ക് എത്രയോ 5000 10,000 അങ്ങനെയൊക്കെ എത്രയാണ്. അലൻ ജോൺസ് പെരേരന്റെ നായികയായി വന്ന മുതലാ ഇപ്പോഴും അവിടെ തന്നെ 5-ാം നമ്പർ മുണിങ്ങിയിട്ട് ഇവള് അങ്ങനെ കടന്ന് പറക്കാൻ പായുന്നു. ഇനിയിപ്പോ ആരുടെയൊക്കെ എന്തൊക്കെ സബ്ബാണ് പുറത്ത് വരാനും കാണാനുള്ളതാവും അല്ലെ. ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര തെറ്റാ. നിങ്ങൾക്കറിയില്ലേ ആരാ എന്നിട്ട് പറയണ അറിയോ? ഇതൊന്ന് കേട്ടോക്കാ. ഈ രേണുസുതി വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാടാ അവര് ചെയ്തത്? നിന്റെയൊക്കെ വീട്ടിൽ കയറി കളിച്ചോ? നിന്റെയൊക്കെ അമ്മയോ പെങ്ങളെയോ നിന്റെയൊക്കെ ഭർത്താക്കന്മാരെയോ കാമുകന്മാരെയോ പിടിക്കാൻ വന്നോ? ഒന്നും ചെയ്തില്ലല്ലോ. രേണുസുതിക്കെതിരെ ഇപ്പൊ രേണുസുതി ഒരുത്തനെതിരെ പരാതി കൊടുത്തു, ഒരു അതുൽ വ്ലോഗ്സ്. അവൻ എന്താ മാന്യമായിട്ടാണോ? അവൻ ഒരാളെ കുറിച്ച് മാന്യമായിട്ടല്ല സംസാരിക്കുന്നത്. അവൻ വളരെ മ്ലേച്ഛകരമായിട്ട് മലയാള ഭാഷയാണ് അവൻ ഉപയോഗിക്കുന്നത്. തെറിയൊന്നും അവൻ ഉപയോഗിക്കാറില്ല. പക്ഷെ അതിന്റെ ഏറ്റവും തറ വേർഷനാണ് അവന്റെ ചാനലിൽ നിന്ന് ഉപയോഗിക്കുന്നത്. രേണുസുതിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനും ഹിസ്റ്ററി ചെകഞ്ഞെടുക്കാനും നീയൊക്കെ എന്തോന്നാണ് ചാരന്മാരോ മൊസാദോ അതൊന്നും അല്ലല്ലോ. ആരാ പറഞ്ഞെന്ന് മനസ്സിലായോ ഞങ്ങക്ക്? ഒരു കാലത്ത് രേണുസുദിനെ വലിച്ചു കീറിയുന്ന ആളാവള്. അവളാ പറയുന്നത്. അതായത് ഇവളെ സെക്യൂരിറ്റി ആയി വന്നിട്ട് പറയാണ് നിങ്ങൾ ആരാ അതൊക്കെ നോക്കാൻ. പിന്നെ അതുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ ആണ്. അവന്റെ വീഡിയോസ് ഒക്കെ മാന്യമായിട്ടുള്ള വീഡിയോസ് തന്നെ. അവളെന്നെ പറയുന്നുണ്ട് ഒരു തെറിയും പറഞ്ഞിട്ടില്ല എന്ന്. പിന്നെന്താ പ്രശ്നം? പിന്നെന്തിനാ പേടിക്കുന്നത്? പിന്നെ ഇതൊക്കെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ IT കേസാണ്. മനസ്സിലായോ? അതെന്താണ് വരിക, എങ്ങനെയാ വരിക എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഉള്ളതന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനെന്തിനാ ഇങ്ങനെ നിങ്ങൾ പേടിക്കണം അമ്മച്ചിയെ? ഒരു പേടിയും വേണ്ട. ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ പോകൂ. കാരണം എന്താ അറിയോ, ഇത്രയും ചെയ്ത് കൂട്ടിയിട്ടും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂല, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ പറയുമ്പോ എല്ലാരും ചെവിയും കണ്ണും പൊത്തിയിരിക്ക. നിങ്ങൾക്ക് മാത്രം അങ്ങോട്ട് തരാം ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും മറ്റേ ഫേസ്ബുക്കും ഒക്കെ. വേറെ ആരും അയിമക്ക് നോക്കും വേണ്ട, അതിനെ കുറിച്ച് പറയും വേണ്ട. നിങ്ങൾ ചെയ്യുന്നത് അമ്മാളിത്തരം. കൊള്ളാമാളെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല കേട്ടോ. ഇതൊന്ന് കേട്ടോ. വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താണ് ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? അപ്പൊ അത് മര്യാദയുള്ള എക്സ്പ്രഷൻ ഒക്കെ ആയിരുന്നു. ഇതാണിപ്പോ മര്യാദ.
ശരി എന്നാ ഞാൻ പോട്ടെ.